ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വീഡിയോ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ സയൻസ് എക്സിബിഷന് ഞാൻ പോയതായിട്ടുള്ളതിൻ്റെ ഫുൾ വീഡിയോ വരുന്നതായിട്ട്. നമ്മുടെ ഈ സയൻസ് എക്സിബിഷൻ നടക്കുന്ന ബയോ 360 സയൻസ് പാർക്ക് തോന്നക്കൽ വെച്ചിട്ടാണ്. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവൽ ഓഫ് കേരള എന്നുള്ള പേരിലാണ് 2024 പരിപാടിയായിട്ട് ഇത് നടക്കുന്നത്. തോന്നയ്ക്കൽ വെച്ചിട്ടുള്ള ഒരു സെൻറ്ററിൽ വെച്ചിട്ടാണ്, കോളേജിൽ വെച്ചിട്ടാണ് ഇത് നടക്കുന്നത്. വളരെയധികം മനോഹരമായിട്ടുള്ള പല പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. വളരെയധികം അട്രാക്റ്റീവാണ്. ഇന്നേ വരെ നമ്മൾ ട്രിവാൻഡ്രത്തും കേരളത്തിലും കണ്ടിട്ടുള്ളതിൽ വെച്ച് മികച്ച സയൻസ് എക്സിബിഷൻ തന്നെയാണ്. അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയൊരു സയൻസ് എക്സിബിഷനായിട്ടാണ് അവർ പറയുന്നതെങ്കിലും ഞാൻ പോയി കണ്ട എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരുപാട് കാണാനായിട്ടുണ്ട്. പക്ഷേ നമ്മൾ കൊടുത്ത ഒരു തുകയ്ക്ക് ഇത് ആപ്റ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനോട് എനിക്ക് വലിയ അഭിപ്രായമില്ല. പെർ ഹെഡ് 400+ അഡീഷണൽ ചാർജസോട് കൂടിയാണ് ഇതിൻ്റെ എൻട്രി ഫീസ് വരുന്നത്. അതിന് മാത്രം കാര്യങ്ങളുള്ളതായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ക്ലേയിലും പലതിലുമൊക്കെ ഉണ്ടാക്കിയ ഒരുപാട് ടൈപ്പ് ഓഫ് ആർട്ടും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. അതിന് ഇത്രയും പൈസ കൊടുത്ത് കാണേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം തന്നെയാണ്. പിന്നെ നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പല പല സാധനങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യാനും അറിയാനുമായിട്ട് നോളജ് പരമായിട്ടുള്ള ഇഷ്ടംപോലെ സംഭവങ്ങളുണ്ട്. മെയിനായിട്ട് ഈ ഒരു എക്സിബിഷൻ ഉപയോഗപ്പെടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്കൂൾ കുട്ടികൾക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും തന്നെയാണ്. പിന്നെ കുട്ടികളൊക്കെ ഉള്ളവർ ഫാമിലിയായിട്ടും പോയാലും അധികം എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫെസ്റ്റ് തന്നെയാണ്. ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട്. പിന്നെ ഇതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ 8 hours എടുക്കുമെന്നാണ് ഇവർ പറയുന്നത് കണ്ട് തീർക്കാനായിട്ട്. ഈ 8 hours അവിടെ സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഉച്ച സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പെട്ടുപോകും. ഞങ്ങൾ ചെറുതായിട്ട് പെട്ടായിരുന്നു. കാരണം അവിടെ അവരെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നല്ല രീതിയിൽ കൂളിങ്ങും സൗകര്യങ്ങളും വെച്ചിട്ടുണ്ട്. എന്നാൽ തന്നെ ഈ ചൂടെന്ന് പറയുന്നത് വളരെയധികം വലുതാണ്. ഒരുപാട് ഡീഹൈഡ്രേഷനും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകും. ഇപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് ഇത്രയും സമയം ഇതിൻ്റെ അത് സ്പെൻഡ് ചെയ്യുമ്പോൾ വളരെയധികം ടയേർഡാകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിക്കോഷനൊക്കെ എടുത്തിട്ട് പോവുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. വളരെയധികം വലിയൊരു ഏരിയയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ സിമ്പിളായിട്ടും വളരെയധികം മനോഹരമായിട്ടും അവിടെ അവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കണ്ട് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്. പിന്നെ ഇതിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് അവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിൻ്റെയും മറ്റ് കോർഡിനേറ്റേഴ്സിൻ്റെയും കോപ്പറേഷനും എല്ലാം വളരെയധികം നന്നായിരുന്നു. അവർ എല്ലാ കാര്യങ്ങളിലും വളരെയധികം എഫേർട്ട് എടുത്ത് വരുന്ന എല്ലാവർക്കും കാര്യങ്ങൾ നല്ല വിശദമായിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൽ നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവർ ഒരുപാട് ആൾക്കാരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയും കാര്യങ്ങൾ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും എല്ലാ വേണ്ട രീതിയിലുള്ള കാര്യങ്ങളും ഇൻഫർമേഷൻസും എല്ലാം പാസ് ചെയ്യുന്നുണ്ട്. അത് വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഫ്യൂച്ചറിസ്റ്റിക്കായിട്ട് ഒന്നും ഞാൻ അവിടെ കണ്ടില്ല. നമുക്കിപ്പോൾ ഉള്ള ടെക്നോളജി വെച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ അവർ കൂടുതലായിട്ടും എല്ലായിടത്തും ചെയ്തിരിക്കുന്നത്. പക്ഷേ ചെയ്തിരിക്കുന്നത് വളരെയധികം മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇനി വരാൻ പോകുന്ന എന്തെങ്കിലും കൈൻഡ് ഓഫ് ടെക്നോളജിയിലെ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയോ അവതരിപ്പിക്കുകയോ ചെയ്യുന്നത് കുറച്ചുകൂടി ഒരു ഇതിന് അട്രാക്ഷനായിട്ട് തോന്നിയേനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലും പലയിടത്തൊക്കെ ഉള്ള പോലെ തന്നെയുള്ള കുറച്ച് ഫിൽറ്റേഴ്സ് ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് പരിപാടികളൊക്കെ ഞാൻ അവിടെ കണ്ടു. അത് ഇന്നത്തെ നഴ്സറി പിള്ളേർക്ക് വരെ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ നമ്മുടെ AI അതുപോലത്തെ സാങ്കേതിക വിദ്യയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പുതിയ പഠന രീതിയും നോളജ് രീതിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നെങ്കിൽ അത് വളരെയധികം യൂസ്ഫുള്ളായിട്ട് കറണ്ട് സൊസൈറ്റിയിലും നമ്മുടെ ന്യൂ ജനറേഷനും വളരെയധികം അതൊരു ബെനിഫിറ്റ് ഉണ്ടാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നലുണ്ടായിട്ടുണ്ട്. ഇത് കണ്ടപ്പോൾ കുറവുകളുണ്ടെങ്കിലും വളരെയധികം മികച്ച രീതിയിൽ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ഫെബ്രുവരി 15 വരെ ഫെസ്റ്റ് ഉള്ളൂ. ഞങ്ങൾ പോയപ്പോഴും പല സ്റ്റോളുകളും തുടങ്ങുന്നതേ ഉള്ളൂ. കംപ്ലീറ്റ് ആയിട്ടില്ല. ഉള്ളത് തന്നെ കണ്ട് തീർക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് വേറൊരു കാര്യമാണ്. എന്നാലും നിങ്ങളൊക്കെ എല്ലാവരും പോയി ഫ്രീ ടൈം കിട്ടുമ്പോഴത്തേക്കും ഫാമിലി ആയിട്ടും ഒറ്റയ്ക്ക് പോയി കാണാൻ പറ്റിയ സംഭവമല്ല. ഒറ്റയ്ക്ക് പോയി കാണാൻ ആരും റെക്കമെൻഡ് ചെയ്യില്ല. വല്ലാതെ ബോറടിച്ചു പോകും. ഇപ്പോൾ ഗ്രൂപ്പായിട്ടും ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടൊക്കെ പോകാൻ പറ്റുന്നവർ പോയി കഴിഞ്ഞാൽ വളരെയധികം ആ ഒരു ഡേ എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും പോയി വിസിറ്റ് ചെയ്യുക, കാണുക. എനിക്ക് പിന്നെ അവിടെ പോയതിൽ ഇഷ്ടപ്പെട്ടത് ഇതുപോലെ ഒരു പാൻഡമിക് സമയത്ത് യൂസ് ചെയ്യുന്ന ആ ഒരു സൂട്ടിൻ്റെയും
അതിൻ്റെയൊക്കെ പ്രദർശനമൊക്കെ വളരെയധികം മനോഹരമായിരുന്നു. പിന്നെ ഈ കാണുന്ന കപ്പലിൻ്റെ വലിയൊരു മോഡൽ വെളിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും വളരെയധികം റിയലിസ്റ്റിക് ആയിട്ടുണ്ടായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അതിൻ്റെയൊക്കെ. അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങളും ഉണ്ട് കുറവിനോടൊപ്പം തന്നെ. പിന്നെ ചില പോർഷനിലൊക്കെ അവർ വെറുതെ ക്ലേ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്ത് ചെയ്തിട്ടുള്ള ഓരോ പ്രതിമകളും കാര്യങ്ങളൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു, നല്ല റിയലിസ്റ്റിക് ആയിരുന്നു. അങ്ങനെ നമുക്ക് ഫോട്ടോസിനും വീഡിയോസിനും ഒക്കെ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. അങ്ങനെ നമുക്ക് നല്ല രീതിയിൽ അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് നോളജൊക്കെ ഇൻക്രീസ് ചെയ്യാവുന്നതാണ്. പിന്നെ മെയിനായിട്ട് അവിടെ ഫുഡ് കോർണേഴ്സും ബിവറേജ് കോർണേഴ്സൊക്കെ ഉണ്ട്. അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് സമയം റിലാക്സ് ചെയ്യാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ല. അതും കൂടി ഇല്ലായിരുന്നെങ്കിൽ നമ്മളാകെ പെട്ടുപോയേനെ. കാരണം ഇത്രയും ദൂരമൊക്കെ നടന്ന് ക്ഷീണിക്കുമ്പോഴത്തേക്കും വല്ലാത്തൊരവസ്ഥയായിട്ടുണ്ടാകും. അതുകൊണ്ട് എല്ലാവരും പോകുമ്പോൾ അതും കൂടി ഒന്ന് പ്രിഫർ ചെയ്ത് പോവുക. ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു. ഉറപ്പായിട്ടും തീരെ വേസ്റ്റായി പോയെന്നൊന്നും പറയാൻ പറ്റില്ല. അന്നത്തെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും നോക്കാനൊക്കെ പറ്റി. പുതിയ കുറേ കാര്യങ്ങളെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റി. ഇതുവരെ കണ്ടിട്ടുള്ളതിൽ മികച്ച ഒരു എക്സിബിഷൻ തന്നെയാണ്. ഇതുപോലെയുള്ള ടൈപ്പ് ഓഫ് കുറച്ച് ആക്ടിവിറ്റീസൊക്കെ അവിടെ ഉണ്ട്. അതൊക്കെ വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആണ്. കുട്ടികൾക്കൊക്കെ പോയി കഴിഞ്ഞാൽ വളരെയധികം കൗതുകത്തോടെ നോക്കിക്കണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ്. ഒരുപാട് കൈൻഡ് ഓഫ് സയൻസ് എക്സ്പീരിയൻസും നമ്മൾ സ്കൂളിൽ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോലെയൊക്കെ ഒരുപാട് സംഭവങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് അവിടെ അവൈലബിൾ ആണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ഒരു സ്ഥലമാണ്. ഒരു വലിയ കസേര, ആ ഒരു എക്സ്പീരിയൻസ് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ തീരെ കുഞ്ഞായിരുന്നപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടൊരു എക്സ്പീരിയൻസ്, ഒരു റൂമിൻ്റെ അകത്ത് കയറിപ്പോകുമ്പോൾ അനുഭവപ്പെടുന്ന ഒരു ജയൻറ്റിൻ്റെ റൂമിലോട്ടൊക്കെ കയറിപ്പോയ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊക്കെ കുട്ടികൾക്കായാലും വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. അത് തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു രീതിയിൽ അവർ ചെയ്തിട്ടുണ്ട്. അതൊക്കെ DNA സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് വളരെയധികം നന്നായിട്ടുണ്ടായിരുന്നു. അതിൻ്റെ നമ്മുടെ നെർവസ് സിസ്റ്റവും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഇതെന്താണെന്നും ഇതിനെക്കുറിച്ച് കൂടുതൽ സ്റ്റഡീസ് നടത്തിയിട്ടുള്ളതും ഫൗണ്ടിങ്സ് നടത്തിയിട്ടുള്ളവരെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ്, എല്ലാ കാര്യങ്ങളും അവിടെ സൈഡ് വാളിൽ അവർ വളരെയധികം നല്ല രീതിയിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികളൊക്കെ പോയി കഴിഞ്ഞാൽ, പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇതിനെക്കുറിച്ച് നന്നായിട്ട് മനസ്സിലാക്കാനൊക്കെ പറ്റും. വലിയൊരു ഏരിയയിലാണ് ഇത് കവർ ചെയ്ത് വെച്ചിരിക്കുന്നത്. നമുക്ക് നടന്ന് കാണാൻ ഒരുപാടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ വരുന്നവരെ എല്ലാവരും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ. എല്ലാവരുടെയും സപ്പോർട്ടാണ് എനിക്ക് വലുത്.